നമസ്കാരം. പുതിയ മണ്ണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടുപറമ്പിൽ മാത്രമല്ല, വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്നവരെയാണ് ഇത്തവണ മണ്ണ് അന്വേഷിക്കുന്നത്. ഉദ്യോഗസ്ഥകളും ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ചവരും ഇതൊന്നുമല്ലാത്ത വീട്ടമ്മമാരും ലാഭം വിളയിച്ചെടുക്കുന്നത് കാണാൻ തന്നെ ഒരു കൗതുകമാണ്. ഇവർ തരുന്ന കൃഷിപാഠങ്ങൾ അനുഭവത്തിന്റെ കാമ്പുള്ളവയുമാണ്. ആ കാഴ്ചകളിലേക്ക്. കടും പാറയ്ക്ക് മുകളിൽ പപ്പായ വളർത്തി ലാഭം പറിച്ചെടുത്ത കർഷക ദമ്പതിമാരുണ്ട് കാസർഗോട്ടെ മൊഗ്രാൽ പുത്തൂരിൽ. ഇവരുടെ പുരയിടത്തിലെ പച്ചപ്പിലൂടെയാണ് മണ്ണ് യാത്ര തുടങ്ങുന്നത്. മൊഗ്രാൽ പുത്തൂർ കൃഷിഭവനിലെ കൃഷി ഓഫീസറും കാസർഗോഡ് ജില്ലയിലെ ഹൈടെക് കൃഷിയുടെ ചുമതലക്കാരനുമായ ചെവണ നരസിംഹലു ഒരു സമ്പൂർണ്ണ കർഷകനാണ്. മൊഗ്രാൽ പുത്തൂരിലെ ശാസ്താനഗറിൽ വീട് പണിയാനായി വാങ്ങിയ 25 സെന്റ് സ്ഥലം പപ്പായത്തോട്ടമാക്കി മാറ്റിയിരിക്കുകയാണ് നരസിംഹലുവും ഭാര്യ ഉമാദേവിയും. മണ്ണ് വളരെ കുറഞ്ഞ ചെങ്കൽ പരപ്പിലാണ് ഈ പപ്പായത്തോട്ടം. ഇങ്ങനെയൊരു കൃഷിയിലേക്ക് തിരിയാനുള്ള കാരണം ഈ കൃഷിയെക്കുറിച്ചുള്ള അറിവ് തന്നെ, പരമ്പരാഗതമായ അറിവ്. ഞങ്ങളുടെ അച്ഛനും മുതൽ ഞങ്ങളുടെ കർഷകരാണ്. അതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ കൃഷിയുണ്ട്. ഇപ്പൊ ഇവിടെ ചേവാറിൽ ഞങ്ങളുടെ പിന്നെ റബ്ബറുണ്ട്, അവിടെ കുറച്ച് കൃഷികളുണ്ട്. പിന്നെ നമ്മുടെ കൃഷിയോട് അടുപ്പമുണ്ട്. അതിൻ്റെ കൂടെ കൃഷിയോട് വരുമാനമാർഗം ആക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു കൃഷി കൊണ്ട് നമ്മുടെ വരുമാനം ഇപ്പൊ ഭാര്യ ജോലി ഇല്ലെങ്കിൽ പോലും കൃഷിയിലോ എൻ്റെ കൂടെ കൂടുതൽ ജോലി ഉള്ളതാണ് ഭാര്യയ്ക്ക്. ആന്ധ്രാപ്രദേശിലെ കടപ്പ ജില്ലയിലെ കോട്ടൂർ സ്വദേശിയായ ചെവണ നരസിംഹലു തൃശൂരിലാണ് പഠിച്ചത്. കാർഷിക സർവകലാശാലയിൽ പഠനം കഴിഞ്ഞ് നാട്ടിൽ പോയി 10 വർഷത്തോളം പപ്പായ കൃഷി ചെയ്തു. PSC മുഖേന കൃഷി ഓഫീസറായി ജോലി കിട്ടി കാസർഗോഡ് എത്തിയിട്ടിപ്പോൾ 14 വർഷമായി. വീട് വയ്ക്കാനാണ് സ്ഥലം വാങ്ങിയത്. ചെങ്കൽ നിരപ്പാണെങ്കിലും വെള്ളം കിട്ടും. അതിനാൽ പപ്പായ കൃഷി ആരംഭിച്ചു. പപ്പായക്ക് പിന്നെ നമ്മുടെ എത്ര വളക്കൂറി മണ്ണോ നമ്മുടെ കൊടുക്കാണ് പോഷകങ്ങൾ അത് പെട്ടെന്ന് എടുത്തു കൊടുക്കും. അതുകൊണ്ട് പിന്നെ നമുക്ക് പാറാണോ കല്ലാണോ പൊടിയാണോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് നമുക്ക് പറയാനുള്ളത് ഇതിന് വേണ്ടത് 100% വെളിച്ചം വേണം. 100% വെളിച്ചം കിട്ടാണ് സ്ഥലങ്ങൾ നമ്മുടെ വീടുകളിൽ വളരെ ചുരുക്കമാണ്. ഒരു വീടാന്ന് പറഞ്ഞാൽ 10 സെന്റ് 15 സെന്റ് ഉണ്ടാവും. അതിൽ ഒരുപാട് മരങ്ങളുണ്ടാവും, പിന്നെ പലതരം പ്ലാവ് എല്ലാം ഉണ്ടാവും. അപ്പം അതിലൊക്കെ നമുക്ക് ഇത് കിട്ടില്ല. നമുക്ക് ഈ വേസ്റ്റായിട്ട് കിടക്കാണ് ഈ ചെങ്കലിലും പാറകളിലാണ്. നമുക്ക് ഒരു മരമുണ്ടാവില്ല, ഇവിടെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് അങ്ങനത്തെ സ്ഥലങ്ങളിൽ നമുക്ക് നന്നായിട്ട് നമുക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റും. കേരളത്തിൽ ഏതങ്ങാടിയിൽ നോക്കിയാലും പഴക്കടകളിൽ പഴുത്ത പപ്പായ കാണാം. അതൊന്നും കേരളത്തിൽ വിളയുന്നതല്ല, കർണാടകയിൽ നിന്നോ ആന്ധ്രയിൽ നിന്നോ വരുന്നതാണ്. അവിടെയെല്ലാം പപ്പായ കൃഷി വ്യാവസായിക അടിസ്ഥാനത്തിലാണ്. പുറത്തെ കൃഷിക്ക് ഇവിടെ ഭയങ്കര വ്യത്യാസമുണ്ട്. അവിടെയൊക്കെ ചെയ്യാണതൊക്കെ 5 ഏക്കർ 6 ഏക്കർ ചെയ്യാണവർക്കൊക്കെ ഇഷ്ടംപോലെ രാസവളങ്ങൾ കൊടുക്കും. അതിൻ്റെ കൂടെ തന്നെ നട്ട് മുതൽ അവർ കീടനാശിനി കൊടുത്താൽ മാത്രമേ അവർക്ക് പല രോഗങ്ങളുണ്ട്. പപ്പായ ഈ ഇലക്ക് ഒരു വൈറസ് ഉണ്ട്, പപ്പായ റിംഗ് സ്പോട്ട് വൈറസ്. അതിനൊക്കെ അവർ തുടക്കത്തിൽ മുതൽ ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും. അവിടെയൊക്കെ പറഞ്ഞാൽ പിന്നെ നമ്മുടെ പോലെ നിയന്ത്രണം ഒന്നില്ല. ഇപ്പം നമുക്കെന്നെ പറഞ്ഞാൽ കാസർഗോഡ് ജില്ല ജൈവ ജില്ല പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് മുമ്പിൽ തന്നെ നമ്മുടെ ഇവിടെ കേരളത്തിലെ ഈ കീടനാശിനി പ്രയോഗം വളരെ കുറവാണ്. മറ്റ് സംസ്ഥാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രാസവളങ്ങൾ കീടനാശിനികൾ വളരെ കുറവാണ് നമ്മുടെ കേരളത്തിൽ ഉപയോഗിക്കണം. അവിടെ ഉപയോഗിക്കാൻ തോന്നുന്നതിൻ്റെ 10% പോലും നമ്മൾ ഉപയോഗിക്കാറില്ല. തൈവാനിൽ നിന്നുള്ള റെഡ് ലേഡി എന്ന ഹൈബ്രിഡ് പപ്പായയാണ് നരസിംഹലു വളർത്തുന്നത്. ആന്ധ്രാപ്രദേശിലെ കൃഷ്ണഗിരിയിലെ ഒരു ഏജന്റ് മുഖേന 10 ഗ്രാം വിത്ത് വരുത്തി മുളപ്പിച്ചെടുത്താണ് തൈകൾ ഉണ്ടാക്കിയത്. വിത്ത് നമ്മുടെ അത് 10 ഗ്രാം വിത്ത് 1950 അതിൻ്റെ വില. അത് പിന്നെ ബാംഗ്ലൂർ, ഓസൂർ, കൃഷ്ണഗിരി അങ്ങനെ സ്ഥലത്ത് അവിടെ നിന്ന് പൈസ അയച്ചിട്ട് ഇങ്ങോട്ട് വാങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വിത്ത് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിത്തിന് 4 രൂപ വരും.
ഒരു ബാഗിന് ഒരു പാക്കറ്റ് മുളപ്പിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ എവിടെയെങ്കിലും പുറത്ത് വാങ്ങുകയാണെങ്കിൽ അവർക്ക് 20 രൂപ ഒരു തൈക്ക്. പിന്നെ കുണ്ട് കുഴിച്ച് നട്ട് കഴിഞ്ഞ് 20 രൂപ തൈക്ക്, ബാക്കിയുള്ള കുണ്ട് ബാക്കി ചിലവുകളൊക്കെ ഒരു 100 രൂപൻ്റെ ഉള്ളിൽ തന്നെ. പാറില്ലെങ്കിൽ സാധാരണ മണ്ണാണെങ്കിൽ, പാറാണെങ്കിൽ കുറച്ച് കൂടും. തൈകൾ നട്ട് 7 മാസം കഴിഞ്ഞപ്പോൾ കായകൾ പറിച്ചു തുടങ്ങി. റമദാൻ മാസമായതിനാൽ ഇപ്പോൾ കിലോവിന് 20 രൂപ വില കിട്ടുന്നുണ്ട്. അല്ലാത്ത സമയത്ത് 12 രൂപയാണ് കച്ചവടക്കാരിൽ നിന്ന് കിട്ടുന്ന വില. റമദാൻ മാസത്തിൽ കായ പറിക്കാൻ പറ്റാവുന്ന തരത്തിലാണ് നരസിംഹലു കൃഷി തുടങ്ങിയത്. നമ്മുടെ പഴവർഗ്ഗങ്ങളൊക്കെ നമ്മുടെ ഏറ്റവും കൂടുതലാണ് നോമ്പ് സമയത്ത് കാണാം. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു മാസം നോമ്പിലേക്ക് വരാനുള്ള ഒരു ഇതിലേക്ക് നവംബറിലൊക്കെ നട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൃത്യമായിട്ട് ആ സമയത്ത് കിട്ടും. നവംബർ, ആഗസ്റ്റ് അടുത്ത മാസം നട്ടാൽ പോലും നമുക്ക് പിന്നെ ഒന്നുകൂടി ഇതെന്താ പറയുക, നമുക്ക് വാഴ ഒരു കുല മുറിച്ച് കഴിഞ്ഞാൽ അത് ഏത് വില കൊണ്ട് ആ വിലക്ക് അങ്ങ് കൊടുക്കണം. ഇതെന്ന് പറഞ്ഞാൽ ഒരു തുടർച്ചയായിട്ട് നമ്മുടെ പാല് പോലെ കിട്ടാൻ ഒരു ഇതാണ്. അപ്പോൾ ഒരു ദിവസം 10 രൂപ ഉണ്ടായിരുന്ന, ഒരു ദിവസം 8 രൂപ ഉണ്ടായിരുന്ന, ഒരു ദിവസം 20 രൂപ ഉണ്ടായാലും ആ വില വെച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. എങ്ങനെ നോക്കിയാലും പപ്പായ കൃഷി ലാഭകരമാണെന്ന് സമർത്ഥിക്കുന്ന കർഷകനാണ് നരസിംഹലു. ഒരു തേങ്ങയേക്കാൾ വില ഒരു പപ്പായക്ക് ലഭിക്കും. ആവശ്യക്കാർ ധാരാളമുണ്ട് താനും. 5 ടൺ വീതം പപ്പായ ദിവസം തോറും മംഗലാപുരത്ത് നിന്ന് കാസർഗോഡ് വിപണിയിലേക്ക് എത്തുന്നുണ്ട്. 50 പഴക്കടകളുണ്ട് കാസർഗോഡ്. ഒരു കടയിൽ മാത്രമാണ് നരസിംഹലു പപ്പായ കൊടുക്കുന്നത്. ആവശ്യപ്പെടുന്നവർക്കെല്ലാം കൊടുക്കാൻ തികയുന്നില്ല. 2 ടൺ കോഴിക്കോടിനാണ് ചോദിച്ചത്. കോഴിക്കോടിന് വിളിച്ചു ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു 1 ടൺ ഉണ്ടെങ്കിൽ ഞാൻ വണ്ടി എടുത്തിട്ട് കൊണ്ടുപോയി കൊടാൻ പറഞ്ഞു. അപ്പം നമ്മുടെ അടുത്ത് ഇല്ലാതെ പിന്നെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അദ്ദേഹം പറഞ്ഞ് എനിക്ക് 1 ടണ്ണ് മതി, 1 ടൺ ഉണ്ടെങ്കിൽ ഞാൻ വണ്ടി എടുത്തിട്ട് കൊണ്ടുപോയി കൊടാം. അപ്പം ഇഷ്ടംപോലെ ആള് വരാണ്. പിന്നെ കാസർഗോഡ് തന്നെ ഉണ്ട്, നമ്മുടെ വേറെ കടകളിൽ പോയിട്ടില്ല. നമ്മുടെ ഉണ്ട് എടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആളുണ്ട്. ഹൈബ്രിഡ് ഇനമായതുകൊണ്ട് അത്യാവശ്യത്തിന് രാസവളങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. ചാണകമാണ് അടിവളമായി ഉപയോഗിക്കുന്നതെങ്കിലും രാസവളം ഒഴിവാക്കാൻ പറ്റുന്നില്ല. പക്ഷേ കീടനാശിനി പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നു. അതിന്റെ ഗുണം പ്രത്യേകം കാണാനുമുണ്ട്. ഈ പപ്പായ മാർക്കറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അതിന് ക്യൂല് നിൽക്കുകയാണ് ഇതിനു വേണ്ടിയിട്ട്. ഈ നാടൻ ലോക്കൽ ഇനത്തിന് മറ്റേ അവിടെ കിട്ടാണത് ഇവിടെ കിട്ടാൻ വ്യത്യാസമുണ്ട്. മധുരത്തിൽ വ്യത്യാസമുണ്ട്, ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട്. ഇത് നമ്മളെ പപ്പായ ഇത് കൊണ്ടുപോയിട്ട് കളറോന് ശേഷം ഒരു മഞ്ഞ കളർ വരും. മറ്റേത് എത്ര നാൾ വെച്ചാലും ആ ലൈൻ അങ്ങനെ തന്നെ കറുപ്പുണ്ടാവും. ലാഭകരമായ കൃഷി എന്ന നിലയിൽ ആശ്രയിക്കാവുന്നതും അനായാസകരവുമാണ് പപ്പായ കൃഷി എന്നാണ് നരസിംഹലുവിന്റെ സാക്ഷ്യം. വിജയിച്ചിട്ടുണ്ടല്ലോ ഇവിടെ തന്നെ. അത് 100% വിജയിച്ചു. ഇപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു ചെടി ഇപ്പൊ നമ്മുടെ ഇവിടെ 250 ചെടികളുണ്ട്. 70,000 രൂപ ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടി. 20,000 രൂപ ഉപ്പ് കിട്ടി. ഇനി ഏകദേശം 1 കിലോക്ക് 20 രൂപ ഉണ്ട്. ഇപ്പം 500 കിലോ കിട്ടി കഴിഞ്ഞാൽ 10,000 രൂപയായി. 12 രൂപയെങ്കിലും നമുക്ക് നഷ്ടമല്ല. ഒരു തേങ്ങന് 3 രൂപ ഉള്ളൂ. ഉള്ള സമയത്ത് ഒരു പപ്പായക്ക് 12 രൂപ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ വിലയാണ് നമുക്ക്. ചെങ്കൽപ്പരപ്പിലെ പച്ചപ്പിനോട് വിട പറഞ്ഞ് ഒരു ചെറിയ ഇടവേളയിലേക്കാണ്. അത് കഴിഞ്ഞാൽ കൂൺ കൃഷിയുടെ രഹസ്യങ്ങളിലേക്കാണ് കാത്തിരിക്കുക.